ഡയറക്ഷൻ്റെ സ്റ്റുഡൻസ് ആധികാരികമായി വിജയം നേടിയെടുക്കുന്നതിൽ മാജിക്കുകളൊന്നുമില്ല. ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു വിന്നിംഗ് സ്ട്രാറ്റജി ഉണ്ട്. പരീക്ഷയുടെ സിലബസ്, മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ട്രെൻഡ്, ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തമായ കോഴ്സ് പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓരോ കോഴ്സും ആരംഭിക്കുന്നത്. അത് HSST ആയാലും, ബാങ്ക് പരീക്ഷയായാലും, ഇൻഷുറൻസ് ആയാലും, അതല്ലെങ്കിൽ HSA ആയാലും, ഏത് പരീക്ഷ ആയാലും അതിന് ഞങ്ങൾക്കൊരു വിന്നിംഗ് സ്ട്രാറ്റജി ഉണ്ട്, ഒരു കോഴ്സ് പ്ലാൻ ഉണ്ട്. ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ പോകുമ്പോൾ അദ്ദേഹം അവിടെ ചെയ്യേണ്ട വിഷയം ഏതാണെന്നും ഏത് ടോപ്പിക്കാണെന്നും ആദ്യമേ തീരുമാനിച്ചിട്ട് അതിന് വേണ്ട എല്ലാ മെറ്റീരിയൽസ് ഉൾപ്പെടെ സജ്ജമായിട്ടാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ സിസ്റ്റം ഫോളോ ചെയ്യുക, അതിനോട് 100% ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ് വിജയം നേടിയെടുക്കാൻ അവർ ചെയ്യേണ്ടത്. നമ്മളെല്ലാ അച്ചീവേഴ്സും അങ്ങനെ തന്നെ ചെയ്തവരാണ്. ഇവിടെ കോച്ചിങ് തുടങ്ങി 8 മാസമാവുന്നതിന് മുമ്പ് തന്നെ ബാങ്കിൽ PO ജോലി നേടിയ ആൾ ഇന്നത്തെ അച്ചീവറാണ്. സാധാരണഗതിയിൽ ബാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം, മിഷൻ ബാച്ചിൽ തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നാട്ടു നടപ്പ്. എന്നാലും ഞങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും 5-6 മാസം കൊണ്ട് ആദ്യത്തെ അവസരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ബാങ്ക് ജോലി ഉൾപ്പെടെയുള്ളത് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ സ്റ്റുഡൻസ് തെളിയിക്കുകയാണ്. അതുപോലെ സ്വന്തം ക്വാളിഫിക്കേഷൻ നേടി 12-14 വർഷങ്ങൾക്ക് ശേഷം HSST പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഡയറക്ഷനിലേക്ക് എത്തിയിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 50 റാങ്കിലും 100 റാങ്കിലും ഇടം പിടിച്ച ഒരുപാട് അതുല്യരായ പ്രതിഭകൾ നമ്മളുടെ കൂടെയുണ്ട്. അവർക്ക് പലതവണ HSST പരീക്ഷ എഴുതിയ അനുഭവം ഉണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും വിജയിക്കാൻ പറ്റിയില്ല. ഡയറക്ഷനിലെത്തിയപ്പോൾ അവർക്ക് ശരിയായ ഡയറക്ഷൻ കിട്ടി. ദേ ഗോട്ട് എ വിന്നിംഗ് സ്ട്രാറ്റജി. ദാറ്റ്സ് വൈ ദേ ആർ ഇൻ ദ toppers list of the examination. So this is applicable to every examination. There is a winning strategy specifically for each examination. That is what we follow here. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രീതിയിലും ഏത് പരീക്ഷ നടന്നാലും ഡയറക്ഷൻ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് അതിൽ ടോപ്പേഴ്സ് ആവുന്നത്, സെലക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ നമ്മളുടെ വിദ്യാർത്ഥികൾ അതിൽ വിജയം കൊയ്തെടുക്കുന്നത്. ഇതിന് ഞാൻ എപ്പോഴും പറയും, നമ്മളുടെ ഇവിടുത്തെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് വിജയിക്കാൻ കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ളതാണ്. വിജയിക്കാൻ കഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ള ഫിലോസഫിയെ തിരുത്തി വിജയിക്കാൻ കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ളത് തെളിയിച്ചവരാണ് ഇവിടുത്തെ ഓരോ അച്ചീവേഴ്സും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇനിയും വിജയം നേടുവാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇനിയും പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അധ്വാനത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയിൽ മാത്രം വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. ഇന്ന് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി വിജയം കാത്തിരിക്കുന്ന എല്ലാവർക്കും സമസ്ത പ്രതീക്ഷകളോടും കൂടി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയോടുകൂടി അധ്വാനിക്കുവാനുള്ള കഴിവുണ്ടാകട്ടെ. അവർക്കെല്ലാവർക്കും ഡയറക്ഷനിൽ എത്താൻ പറ്റട്ടെ, അവരുടെ ഡയറക്ഷൻ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Direction, the right turn. Calicut, Kannur.